രാവിലും പകലിലുമൊക്കെയായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സമയം കണക്കാക്കിയിട്ടുണ്ട്. ആ സമയം ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്. പക്ഷെ അത് ഏത് സമയമാണെന്ന് കൃത്യമായി വെളിവാക്കപ്പെട്ടിട്ടില്ല. പല ഇമാമുമാരും പല സമയങ്ങളും പറഞ്ഞിട്ടുണ്ട്. അസ്ർ നിസ്കാരം കഴിഞ്ഞ ഉടനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വെള്ളിയാഴ്ച ജുമുഅക്ക് ഖുത്ബ ഓതുന്നതിൻ്റെ ഇടയ്ക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വിവിധങ്ങളായ സമയങ്ങൾ പറഞ്ഞ ഇമാമുമാരുണ്ട്. ഇങ്ങനെ സമയങ്ങളൊക്കെ ഒളിപ്പിച്ച് വെക്കുന്നത് ആ ദിവസം മുഴുവനും ഇബാദത്ത് കൊണ്ട് സജീവമാകാൻ വേണ്ടിയാണ്. വെള്ളിയാഴ്ചയിൽ വളരെ പ്രധാനപ്പെട്ട ഇബാദത്തുകളാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിലുള്ള സ്വലാത്തിനെ വർദ്ധിപ്പിക്കുക, സ്വദഖകൾ അധികരിപ്പിക്കുക തുടങ്ങിയ പുണ്യകർമ്മങ്ങളെല്ലാം ചെയ്യുന്നത്. അൽ കഹ്ഫ് പാരായണം ചെയ്യൽ പ്രത്യേകം സുന്നത്തുണ്ട്. അത് ചുരുങ്ങിയത് 3 തവണയെങ്കിലും പാരായണം ചെയ്യണം. അപ്പോൾ വർദ്ധിപ്പിച്ചതിൻ്റെ പരിധിയിൽ പെടാൻ സാധിക്കും. സ്വലാത്ത് ചുരുങ്ങിയത് 300 തവണയെങ്കിലും ചൊല്ലണം. എന്നാൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചതിൻ്റെ പരിധിയിൽ പെടാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആക്ക് ഇജാബത്ത് കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.